പത്തനംതിട്ട പേഴുംപാറയിൽ വീടിനും ബൈക്കിനും തീയിട്ട കേസിലെ പ്രതികൾ പിടിയിലായി. വീട്ടുടമയുടെ സുഹൃത്ത് സുനിത, പുതുശ്ശേരിമല സ്വദേശി സതീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഈ മാസം 9 അർദ്ധരാത്രിയിൽ വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്ന സമയത്താണ് പ്രതികൾ വീട് ആക്രമിച്ചത്. കഴിഞ്ഞ 9-നാണ് വടശ്ശേരിക്കര പേഴുംപാറ സ്വദേശി രാജ്കുമാറിന്റെ വീടിനും ഇരുചക്രവാഹനത്തിനും പ്രതികൾ തീയിട്ടത്. വീട് ഭാഗികമായി കത്തിനശിക്കുകയും വീട്ടുപകരണങ്ങൾ പൂർണ്ണമായി നശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പം നമ്മളൊക്കെ അറിയാം, പേഴുംപാറ കഴിഞ്ഞ ദിവസം 10-ാം തീയതി ആയിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്, തീപിടുത്തം. അന്ന് വെളുപ്പിനെ ഒരു 1:45-2 മണി അടുപ്പിച്ചാണ് പയ്യൻ വന്ന് ഞങ്ങളെ വിളിക്കുന്ന വീട്ടിൽ ഇത് തീ കത്തുന്ന ഓടി പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നിന്നപ്പം വെളിയിൽ നിന്ന് ബൈക്കെല്ലാം കത്തുമായിരുന്നു, റൂമിനകത്തെല്ലാം തീയായി. ഞങ്ങൾ 3-4 പേര് അന്നേരം തന്നെ കുറേയൊക്കെ തീ അണച്ചു, പക്ഷെ മുഴുവനായിട്ട് അണയ്ക്കാൻ പറ്റിയില്ല. അന്നേരം തന്നെ ഞാൻ തന്നെയാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. വിളിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെത്തി. ഫയർഫോഴ്സ് എത്തിയപ്പോൾ തന്നെ പറഞ്ഞു കഥക് തള്ളി തുറന്ന ലക്ഷണമുണ്ട്, കൂട്ട് അതുപോലെ കിടപ്പുണ്ടെന്ന്. അതുകൊണ്ട് ആരും അവിടെ എവിടെയും സ്പർശിക്കരുതെന്ന് പറഞ്ഞു. അന്നേരം തന്നെ പോലീസ് സ്റ്റേഷനും അറിയിച്ചു. രാവിലെ തന്നെ CI എത്തി. സാറ് വന്ന് അതെല്ലാം നോക്കി അവരുടെ മൊഴിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. കേസിൽ രാജ്കുമാറിന്റെ സുഹൃത്ത് സുനിതയും സുനിതയുടെ സുഹൃത്ത് പുതുശ്ശേരിമല സ്വദേശി സതീഷ് കുമാറും പിടിയിലായതാണ്. സുനിതയ്ക്ക് രാജ്കുമാറിനോടുള്ള വൈരാഗ്യമാണ് വീടിന് തീയിടാൻ കാരണം. പിടിയിലായ പ്രതികളെ പെരുന്നാട് പോലീസ് രാജ്കുമാറിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.